ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് ഉള്ളൊരു റിയൂണിയൻ ഇനി പോസിബിൾ ആണോ, അതുപോലെ എല്ലാ പ്രോബ്ലംസും ഫിക്സ് ചെയ്ത് ഇനി ഇത് മുന്നോട്ട് പോകുമോ, അതോ ബ്രേക്കപ്പായി എല്ലാം അവസാനിക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് ഒന്ന് കാം ആൻഡ് കൂളാക്കിയിരിക്കുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ടവർ കാർഡ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 of wands, emperor, strength card, 3 of sword, ace of wands, 7 of swords, 4 of wands, king of pentacles. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ടവർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തിക്കാണാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസിങ് ഒക്കെ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി, നിങ്ങളെ റിലേഷൻഷിപ്പ് തകർക്കുന്ന തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. മേ ബി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇമോഷണലി അവൈലബിൾ അല്ലാഞ്ഞിട്ടുണ്ടാകാം. സോ എന്താണ് നിങ്ങളുടെ റീസൺ എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നടന്നെങ്കിലും ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒന്നിനെ തുടങ്ങാനുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാൻസ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു കോളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ മീറ്റിംഗ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു ചാൻസ്, നിങ്ങൾ അത്രയും ആ ഒരു വ്യക്തി തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പരസ്പരം ഓപ്പൺ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് 10 of wands ആണ് വന്നിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഒരു വേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭാരം ചുമന്നുകൊണ്ട് കിടക്കുന്നൊരു ഫീലിലാണ് ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാരമൊക്കെ ഇറക്കി വെച്ച് പരസ്പരം തുറന്ന് പറഞ്ഞ് അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ആൻഡ് അത് നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന പോസിബിലിറ്റി ഉണ്ട് എന്ന് യൂണിവേഴ്സിന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പെയിൻ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പോൾ സൈലൻസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ അവർ ആ ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം എംപററിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പേഴ്സൻ്റെ എനർജി ആയിരിക്കും കാണിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സൺ കുറച്ച് വാശിയുള്ള
കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഈഗോ ഉള്ള കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റഫായിട്ടുള്ളൊരു പേഴ്സണായിരിക്കും. അതായത് ഈവൻ നിങ്ങളുടെ സൈഡിൽ തെറ്റില്ലെങ്കിൽ കൂടിയും അവർ ആയിട്ട് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസസ് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ആ ഒരു പേഴ്സണെ നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ലൈക്ക് ഒരുപാട് സങ്കടം വന്ന് പൊട്ടിക്കരയുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക. സോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീലാകുക. ഓക്കെ, മെൻ്റൽ പീസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഡെയിലി ഈ ഒരു മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒന്ന് കാമാകുക. നിങ്ങൾ കാം ഡൗൺ ചെയ്യുക. കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, മനസ്സൊന്ന് ശാന്തമായിരിക്കുമ്പോൾ മാത്രം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നാണ്. ഓക്കെ, എന്താണ് ആ ഒരു ശരി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ഇമോഷൻസ് വെച്ച് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിട്ടുള്ളത്. അതായത് നല്ല രീതിയിലുള്ളൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ. അപ്പം 2 പേരും, ഓക്കെ, മേ ബി ഒരാളായിരിക്കും, അല്ലെങ്കിൽ 2 പേരെയും നമുക്ക് പറയാം ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയാകാം ഈ ഒരു ഇതിന് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊരു റിയൂണിയൻ എന്ന് പറയാൻ പറ്റില്ല. സോ അതിന് 2 പേർക്കും ഹേർട്ടായിട്ടുണ്ട്. സോ അത് ഫസ്റ്റ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ഹീൽ ചെയ്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹെൽത്തി റിയൂണിയനായിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ഏസ് ഓഫ് വാണ്ട്സ്. ഓക്കെ, ഏസ് ഓഫ് വാണ്ട്സ് അവിടെ വീണ്ടും ഒരു ചാൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. ആ ഒരു സ്റ്റിൽ ആ ഒരു ലവും കെയറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ചാൻസസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 7 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളടുത്ത് ട്രൂത്ത്ഫുള്ളായി നിന്നില്ല, അതായത് ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ റിയൂണിയൻ സംഭവിച്ചാലും ആ ഒരു വ്യക്തി ട്രൂത്ത്ഫുള്ളായിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കുക. കാരണം റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും റീബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് ഹീലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ആ ഒരു റിയൂണിയൻ്റെ എനർജി കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചാൻസസ് ഓഫ് റിയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നൊരു റിയൂണിയൻ പറയുന്നില്ല, എന്നിരുന്നാലും പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹീലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ഉറപ്പ് വരുത്തി നോക്കിയാൽ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാം. ആൻഡ് ഫൈനലി കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ഫ്യൂച്ചർ പോലും പോസിബിൾ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത് രണ്ടും എന്താ പറയുക, ഈ ഒരു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരുടെയും കൈകളിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതായത് നമ്മളുടെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിൽ നിന്നൊരു ഉത്തരം നൽകുമല്ലോ. സോ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക.
അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ മാറി എന്ന് നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായി മുന്നോട്ട് പോകാവുന്നതാണ്. സോ എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ റിയൂണിയന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതായത് ഹോണസ്റ്റ് ആയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുപോയ പാസ്റ്റിലുണ്ടായ വൂൺസൊക്കെ ഹീലാകണം, എല്ലാം തുറന്ന് പറഞ്ഞ് അതുപോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു റിയൂണിയന് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നിച്ച് ഗ്രോ ചെയ്യാനും എല്ലാത്തിനും ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.